ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഷ്റൂം ഫ്രൈ ആണ്. അതായത് നമ്മുടെ കൂൺ ഫ്രൈ. അതിനായിട്ട് നമ്മുടെ ബട്ടൺ മഷ്റൂം ഉണ്ടല്ലോ, അത് പാക്കറ്റാണ്. അതാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നോക്കാം. മഷ്റൂമാണ് ആദ്യമായിട്ട് തന്നെ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, അതായത് ഒരു പാക്കറ്റിൽ 250 ഗ്രാമാണ്. അത് തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വയ്ക്കുക. കഴുകി ഒന്ന് തുടച്ചെടുത്തോളൂ, അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം മാറ്റി. അല്ലാതെ നെക്സ്റ്റ് രണ്ടാമതായിട്ട് പിന്നെ കുറച്ച് ഗരം മസാല വേണം. പിന്നെ ഇതിനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ മൈദയാണ്. ഒരു 3 ടീസ്പൂണോളം ആവശ്യമുണ്ട്. നിങ്ങൾക്ക് കോൺഫ്ലോർ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1 ടീസ്പൂൺ മുളക് പൊടി വേണം. ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് വിനീഗർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 ടീസ്പൂൺ മൈദ ഇടുക. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഒത്തിരി എരിവില്ലാത്ത കളറുള്ള മുളക് പൊടി കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഒരു ലേശം ഗരം മസാല. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വിനീഗർ. ഇത്രയാണ്. നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക. ആദ്യം മൊത്തത്തിലൊന്ന് മിക്സ് ആക്കണം. നല്ലപോലെ മിക്സ് ആയതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. അപ്പോൾ കുറച്ച് വെള്ളമോടെ ഒഴിച്ചിട്ട് അതായത് ഈ ഒരു പരുവത്തിൽ എടുക്കണം. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ആദ്യം കുറച്ചിട്ടൊന്ന് മിക്സ് ആക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ചായിട്ട് മിക്സ് ആക്കണം. മൊത്തത്തിൽ മിക്സ് ആക്കിയെങ്കിൽ ചിലപ്പോൾ പൊടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇളക്കിയെങ്കിൽ നല്ലപോലെ അത് കോട്ടായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് സ്റ്റവ് കത്തിക്കാം. എണ്ണ നല്ലവണ്ണം ചൂടാണ് കേട്ടോ. നല്ലപോലെ ചൂടായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്നും അടിയിലൊന്നും പറ്റി പിടിക്കില്ല. ഒരു ഇച്ചിരി ശകല ഇടവിട്ട് ഇടണം. അപ്പോൾ പിന്നെ അത് പറ്റിയൊന്നും പിടിക്കില്ല. നല്ല ക്ലിയറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് മൊത്തത്തിലിടാം. അതായത് കണ്ടോ, നല്ല കളറായിട്ട് നല്ല തിളച്ച് വരുന്നുണ്ട്. ഒന്ന് നല്ലപോലെ ഒന്ന് ചുറ്റിനും എല്ലാം ഒന്ന് മൂത്തെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വേവട്ടെ. തീ ഒന്ന് മീഡിയം വെച്ചാൽ മതി കേട്ടോ, കൂട്ടിയിടണ്ട. ഇത് പെട്ടെന്ന് കരിയും. അങ്ങനെ 2 സൈഡ് ഏതാണ്ടൊക്കെ ഒന്ന് വെന്തിട്ടായി. നല്ല ഒരു 2 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇതാ നമുക്ക് എണ്ണയൊന്നും അധികം പിടിച്ചിട്ടില്ല. ലാസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്ന് തീ ചൂടാക്കി അങ്ങ് എടുക്കണം. അന്നേരം ഒത്തിരി എണ്ണയൊന്നും ഇതിൽ പിടിക്കില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മഷ്റൂം ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.